ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ പോപ്പ് ഗെയിം റോബർ. ഗൈസ്, അപ്പോൾ നമ്മുടെ യെല്ലോ ബേബിയുടെ രണ്ടാമത്തെ പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്താ ഡിലേ ചോദിച്ചെടുത്താൽ എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ യെല്ലോ ബേബി കളിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും നോക്കാം. നൈറ്റ് 3 തുടങ്ങാൻ പോകണം. എൻ്റെ അമ്മോ, എങ്ങനെയുണ്ടാവാമോ ദൈവത്തിനറിയാം. ദൈവമേ, ഇതെന്ത് ടി വി ഇങ്ങനെ ഗൈസ്? നോക്കട്ടെ. എൻ്റെ അമ്മോ ഗൈസ്, എന്തുവാടെ ഇടിയാ? ഗെറ്റ് ബേബി ഗോ ഹൺസ്പെയർ സെറ്റിൽ ബേബി. ബേബി മോളിക്ക് പോയിട്ട് ബേബിനെ സെറ്റിൽ ചെയ്യാറ്. ദൈവമേ, പേരാ ഫസ്റ്റ് പേടിപ്പിച്ച് തുടങ്ങിയേ. ഭൂമി വിൽക്ക. എൻ്റെ അമ്മോ ബേബി, എന്നാണ് കണ്ടിരിക്കും ബേബി. ഇതെന്ത് ചെയ്യണ്ടേ? ഓ ഭാഗ്യം. ഡോറടച്ചിട്ട് പോവാ നമുക്ക്. ഗൈസ്, മനുഷ്യ പേടിച്ചിട്ട് ഒരുമാതിരി. നമുക്ക് എന്തായാലും മറ്റേ ടോസ്റ്റ് എന്തിട്ടാ പറയാ എൻ്റെ പേര്? എന്തൊരു ഉണ്ടാവും. നമ്മൾ നേരത്തെ ഒരു സാധനം എടുത്തിട്ടില്ല, അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കണ്ടേ? ഓപ്പൺ ടോസ്റ്റി മാർക്കർ ചെയ്തിട്ട് സ്റ്റാർട്ട് വിത്ത് ബ്രെഡ്. എന്നിട്ട് ബ്രെഡ് നല്ല രസമുള്ള ബ്രെഡ് കേട്ടോ. ബ്രെഡ് കിടന്ന് വിറക്കുന്നുണ്ട്. എന്തു തേങ്ങയോടെ ഇതും കണ്ണോ? ഇതിനെന്തോ ഒരു ഇതുള്ള പോലെ എനിക്കൊരു തോന്നുന്നുണ്ട്. എന്തൊരു അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ നമുക്ക് ഈ പ്ലേറ്റ് ഒക്കെ എടുത്ത് എറിയാൻ പറ്റുമോ? അത് പൊട്ടിച്ചെൻ്റെ വീടിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവരോട് തന്നെ പൈസ കൊടുക്കാൻ പറയാം. ഇത് ഇവിടെ അല്ല വെക്കണ്ട, ഇത് വെച്ച് പിന്നെ ഇത് വയ്ക്കണ്ട ഹാം എന്നിട്ട് ഇത് വെച്ചിട്ടുണ്ട്. എന്താ പറയ് കുക്കർ അല്ല കുക്കറെ കുക്കിംഗ് മാൻ. അതും വെച്ചു. ഇത്ര മതിയില്ലേ? ഇനി വല്ല ഇതൊക്കെ കഴിക്കാം. എനിക്ക് കഴിക്കാനാണോ? അത് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാൻ തോന്നുന്നു. കർത്താവേ, ഇതൊക്കെ മതി, ഇതൊക്കെ മതി. ചെവി മുള്ള ഫീഡ് മീയാ. ദൈവമേ, ഫീഡ് ദ ബേബി, യു മോൺസ്റ്റർ. ഫീഡ് സംതിങ് ടു ഈറ്റ്. ദൈവമേ, ഫീഡ് ബേബി. ബേബി മേളല്ലേ? ലോക്കിടം. ഇതിന്റെ ഉള്ളിലിരിക്കണ്ട. ഇത് എന്തുവാടെ? എന്തെങ്കിലും താങ്ങ. ശരി, ഇതിപ്പോ എവിടെ പോയേ? ഫീഡ് മീ അവന്റെ എവിടാ? ഞാൻ ഇത് നിങ്ങൾക്കറിയാം. കമന്റ് ചെയ്ത് എന്താ ചെയ്യണ്ടേന്ന്. ഓപ്പൺ ചെയ്യണോ ഗൈസ്? അല്ല, ഈ ഫ്രിഡ്ജിനൊന്ന് നീളം കൂടുതല്. വാട്ട്? തുടങ്ങിയതുകൊണ്ട് ബോട്ടിൽ എന്തായാലും എടുക്കാം. ബേബി ഉടുക്കത്തെ സാധനം ഗൈസ്. എവിടെ ഇപ്പൊ ഞാൻ? ദൈവമേ, കുപ്പി എവിടെയാ? അപ്പൊ അവിടെ അടഞ്ഞ ഡോറ്. ഇവിടേക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഡോറ് വന്ന്
ദൈവമേ, ഇതിൻ്റെ ഉള്ളിലോട് നോക്കുമ്പോൾ അടുത്ത വല്ല സാധനത്തിലാണോ? ഇതിൻ്റെ ഉള്ളിലാണോ? ഇവിടേക്ക് എന്ത് വെച്ചിട്ടുണ്ട് ഗൈസ്? ഇതിപ്പോൾ ഞാൻ ഇറ്റ്സ് ജസ്റ്റ് ഔട്ട് ഓഫ് റീച്ച്. വാട്ട് ഏതൊക്കെ വഴി? ദൈവം, ഇത് ഏതൊക്കെയാടി? പോയ വഴിക്ക് എത്തൂ ലാസ്റ്റ്. ഒരു ഡൗട്ടില്ലാതില്ല. ദൈവമേ, ഇതെന്തറത്? ഗുഹേ? ഇതല്ലേ മറ്റേ ആ കുപ്പി? കിട്ടി മോനെ. ഉപ്പ് അല്ല, എൻ്റെ അടുത്താ കളി. ഇനിയിപ്പോൾ ഇതുകൊണ്ട് അങ്ങോട്ട് പോണ്ട. എൻ്റെ അമ്മ നിന്റെ പുറത്ത് എങ്ങനെയും നടക്കാൻ നോക്കണം. ഏതെങ്കിലും പോവാം. വഴിയൊന്നുമില്ലേ ഇതിവിടെ? ഇതൊന്ന് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുണ്ടോ? കൈപ്പടവ്. എൻ്റെ അമ്മോ, എനിക്ക് പേടിയാണേ. ഇതെന്തുട്ടാ? ഇതോടെ വഴിയുണ്ടോ? ഇതിൻ്റെ ഉള്ളിലോട് ഞാൻ വട്ടം തിരിയുന്നുണ്ട്. ആയി പോടേ. ശരി, ചെയ്ത വഴി. എനിക്ക് എല്ലാം കണ്ടിട്ട് ഒരേപോലെ ഉണ്ട്. ഒരേ തന്നെയാണോ പറഞ്ഞ പോലെ? വട്ടം തിരിഞ്ഞു. ഏതെങ്കിലും ഒരു വഴിക്ക് കത്തിച്ചുവിടാം. ഇത് ഇറച്ചിയ? കായ ഇറച്ചി. ദൈവമേ, കൊല്ലല്ലേ. ഇവിടെ അല്ല, നമ്മള് നേരത്തെ ഇങ്ങോട്ട് വന്നല്ലേ ഈ വഴി. ജോറ് കിട്ടി. തുറക്കടാ, തുറക്ക്. സിം അമ്മച്ചി, ഇത് ലോക്കഡായ? എന്റെ അമ്മ, ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത്? കുപ്പിയെടുക്ക്, വൃത്തിയുടെ ബേബി. ഇതല്ല നമ്മുടെ 10ാമത്തെ മുറിയില്ല? ദൈവമേ, മൂക്കം നോക്കി ഗൈസ്. കണ്ണ് ഞാൻ എവിടെയോ മുമ്പ് ഫ്ലാഷ് എവിടെ കണ്ടുണ്ട്. മുമ്പ് ഞാനിത് കുട്ടീനത് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇങ്ങനെ ഷെഡ് ചേഞ്ച് ചെയ്യാനാ പറയണ. അതുകൊണ്ട് ചേഞ്ച് ചെയ്യാം. ഗൈസ്, ഇത് വീണ്ടും കണ്ണ് വരുമ്പോ തോരെ. ഇല്ല ഗൈസ്, നമുക്ക് പോയിട്ടില്ലേ? പട്ടി ബേബി, എന്റെ പട്ടി ബേബി 103 ഞാൻ 8 പോലും ഇല്ലല്ലോ. ബേബി എന്നിട്ടാ ബ്രേക്ക്. എന്റെ അമ്മ എന്തിനൊക്കെ പറയുന്നുണ്ട്. എന്റെ അമ്മ, ഇറങ്ങിപ്പോ എന്റെ ഒടുക്കത്തെ ബേബി പട്ടി. ബേബിന്ന് പറഞ്ഞ് നോക്കുക. എന്നിട്ട് ഞാൻ ഈ ബേബി ഒന്നും ഉണ്ട് ലാസ്റ്റ്. ഏതോടെയാണേ ഫുള്ള് ഗ്ലിച്ചാവുണ്ട് എന്റെ ഫോൺ. ഗെയിം ഗ്ലിച്ച്. ഞാൻ മുമ്പ് എവിടെയോ ഒരു സാധനങ്ങളുണ്ടായിരുന്നു. ഈ റൂമിലിരുന്ന് അമ്മച്ചി വലിയ പേടിച്ചൊന്നുമില്ല, കുഴപ്പമില്ല. എന്റെ അമ്മ ഇവിടെയൊക്കെ അതുകൊണ്ട് ആ ബേബിക്ക് വെച്ച് കൊടുക്കാം. ഇതാണ് എമർജൻസിന്റെ ഇതൊന്നും ഉണ്ട്. അവിടെ വരെ എഴുതി വെച്ചിട്ട് അറിയുന്നുണ്ട്. അയ്യോ ദൈവമേ, എവിടാ ബേബി? എവിടെ ബേബി? പിടി. അമ്മച്ചി ബേബി തല പൊട്ടിക്കുന്നുണ്ട്. നോക്കടി. കുറേ സന്തോഷായി. ഇനിയെങ്കിലും സമാധാനം കിട്ടേ. ഇന്ന് നിക്കാലോ. അമ്മ എന്തൂറ്റ് ഇത് എണീറ്റൂടെ? എന്താ നടക്കുക? എന്താ എന്നിട്ട് ബുക്കോ? ഷീപ്പിന്റെ അല്ല ഇത്? കണ്ണു ഇതെന്നാ
പറക്കണ ഇതൊന്ന് സ്പൈഡർമാനാ ഗൈസ്. നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ ശ്രദ്ധിച്ചു. വീടിനൊരു മാറ്റം. വാട്ട് ഇത്ര പുത്തം പുതിയത് പോലെ ഉണ്ടായിരുന്ന വീട് പെട്ടെന്ന് എങ്ങനെയാണ്? പെട്ടെന്നാണ് ഗൈസ്. ഇത്ര പുത്തം പുതിയത് പോലെ ഉണ്ടായിരുന്ന വീട് പെട്ടെന്ന് പഴയതായി. എന്താ തേങ്ങയുടെ ഇപ്പൊ മാനിക്കുന്നു വിചാരിക്കാം. ഇത് തന്നെ. ആഹാ, ബുക്ക് വായിച്ചോളാം. കൈയും കാലും വിറച്ചിട്ട് നിന്നൂടാ, വായിക്കി എടുത്തിട്ട്. കഥയിലത്തെ ആ കുട്ടിയുടെ ബെഡിന്റെ ഒരു ചിഹ്നം കണ്ടാ? ഈ ചിഹ്നം ഞാൻ കൊറേ നേരം കണ്ടു. വാതിലും ആ ഡോറിന്റെ ഫ്രിഡ്ജും ഇത് കണ്ടു. പിന്നെ എല്ലാത്തിനും കൊറേ കാണുന്നുണ്ട് കേട്ടോ. എന്തോ എവിടേക്ക് അതിനൊക്കെ എന്തൊരു ബന്ധമുള്ള പോലെ ഉണ്ട് ആ ചിഹ്നത്തിന്. നോക്കാം. ഞാൻ വേഗം വായിച്ചു വിട്ടു കൊടുക്കാം കേട്ടോ ഗൈസ്. ദൈവമേ, എന്റെ ഉണ്ണി എവിടെയാ? എന്തത്? ഉണ്ണി ഒന്നും ചെയ്യല്ല. ഉണ്ണീനെ ഒളിയാൻ പറ്റാത്ത അവസ്ഥയല്ല ഓർത്താവേ. എന്തപ്പോ ഉണ്ടായി ഗൈസ്? ഗുഡ് നൈറ്റ്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിരിക്കണതാ. എന്തെങ്കിലും എന്തായി ആവട്ടെ. നീ എന്തുട്ടാ ഗൈസ്? അപ്പൊ നമ്മുടെ ആക്ട് 2 ലെവലായിരിക്കും. ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്ത് ഇത് മറ്റേ ലിഫ്റ്റ് അല്ല ഇത്? മോർ നൗ അനദർ എക്സിറ്റ് ദ എലിവേറ്റർ. എന്തോടെ വെളിച്ചില്ലേ ഇനി? എനിക്ക് കാണാത്ത അല്ലെങ്കിൽ ഇതിൽ വെളിച്ചില്ലാത്തോണം ഒരു കുന്തം മനസ്സിലാവുന്നില്ല. ദൈവമേ, എന്താ വയസ്സ് ഒരു മാറ്റം തോന്നില്ലല്ലോ വയസ്സ്. ഇതെന്താ വയസ്സ്? പുത്തം പുതിയത് എടുക്കണ്ട പഴയിരിക്കണ്ടായിരുന്നു വീടിന്റെ അവസ്ഥ നോക്ക്. എന്തെങ്കിലും പേടിയാവുണ്ട് കഴിച്ച് എനിക്ക് വയ്യം. എവിടോ ഇതെങ്ങനെയെങ്കിലും ബേബി എവിടെയാ? ബേബീനാണോ? മുകളിലുണ്ടാവില്ലേ സാധ്യത? ഇതെന്തത്? നടന്നു പോണം. ബേബില്ലത്. ദൈവമേ, തുറക്കണ്ടേ? ലോക്കടാ. എന്റെ അച്ഛനമ്മയൊക്കെ വന്ന് ഞാൻ എന്നിട്ട് ടോളോ വൈറ്റ് റാബിറ്റ്. അയ്യോ, ഫോളോന്നായിരുന്നു അല്ലേ? എന്തുവാ ഗൈസ്? ദൈവമേ, ഇത് ചിഹ്നം ഞാൻ കൊറേ നേരമായിട്ട് കണ്ടു തുടങ്ങിയത്. ദേഷ്യമുണ്ട്. മറ്റേ എലവേറ്റർ തോന്നാം. ഗൈസ് അടഞ്ഞു. എവിടെയെങ്കിലും പോണോ എന്തോ ഗൈസ്? അപ്പൊ അടുത്ത് ഏതൊരു ഭാഗം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടാ Pigman Madness. Quickly tower the exit. The
ടവർ ദ എക്സിറ്റ് ടവേർഡ്സ് ദ എക്സിറ്റ് ദ ടൈനി റാബിറ്റ് ഹോപ്പ്ഡ്. ഗൈസ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ പാർട്ട് ഇവിടെ വരെയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത പാർട്ട്, മൂന്നാമത്തെ പാർട്ട് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. മൂന്നാമത്തെ പാർട്ട് ഇതുപോലെ തന്നെ കണ്ടിരിക്കുക. അപ്പം നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.